ഏകദേശം 40,000-ഓളം താളിയോലകൾ ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്. 300 വർഷം വരെ പഴക്കമുള്ളതാണെന്ന് പറയപ്പെടുന്നു. ഒരു 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എപ്രകാരമായിരുന്നു ക്ഷേത്രവും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളുമെന്ന് വളരെ സ്പഷ്ടമാക്കുന്ന നിരവധി സംഭവങ്ങൾ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മളൊരു സാധാരണക്കാരന് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരണം നൽകാൻ കഴിയുള്ളൂ. 1902 ക്ഷേത്രത്തിൽ വലിയൊരു വെടിക്കെട്ട് അപകടം ഉണ്ടായതായും അതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ പിന്നീട് വെടിക്കെട്ടുകൾ നിർത്തലാക്കിയതിനെക്കുറിച്ചും അന്ന് അപകടം പറ്റിയ ആൾക്കാരെയെല്ലാം സമീപത്തുള്ള ബ്രിട്ടീഷ് ആശുപത്രിയിൽ കൊണ്ടുപോയ കഥകൾ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് ഈ നിധിശേഖരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരനെല്ലൂർ ദേവീക്ഷേത്രം മാനേജർ മുരളി കാഞ്ഞിരക്കാട്ടില്ല. ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു നിധിശേഖരം എന്ന് പറയുമ്പോൾ സ്വർണമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സാമഗ്രികളിലല്ല, മറിച്ച് താളിയോലകൾ, ആ താളിയോലകളുടെ ഒരു ശേഖരം തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ഏകദേശം 40,000-ഓളം താളിയോലകൾ ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്. 300 വർഷം വരെ പഴക്കമുള്ളതാണെന്ന് പറയപ്പെടുന്നു. അത് സംരക്ഷിക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം ഭഗവതിയുടെ നിയോഗം കൊണ്ട് ഞങ്ങൾ അതിൻ്റെ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് ഈ നിധിശേഖരം. അങ്ങനെ ലഭ്യമായിട്ടുള്ള ഈ താളിയോലകളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് ഒരു മ്യൂസിയമായിട്ട് പ്രവർത്തിപ്പിക്കുന്നതിന് ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചിരിക്കുകയാണ്. ശേവധി മ്യൂസിയം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക. എന്നാൽ പൊതുജനങ്ങൾക്കായും മറ്റും ജനുവരിയോടുകൂടി ഇത് തുറന്നു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ലഭ്യമായിട്ടുള്ള താളിയോലകൾ 4 വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ കണക്കുകളും മറ്റും സൂക്ഷിക്കുന്നത്, നാട്ടിലും ഇതിൻ്റെ ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലുള്ള അടിയാധാരങ്ങൾ അഥവാ പഴയ വസ്തുവകകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അടങ്ങുന്നത്, പണ്ട് രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ക്ഷേത്ര അധികാരികളും രാജാക്കന്മാരും നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തിരുന്ന കമ്മ്യൂണിക്കേഷൻ ഉള്ള എല്ലാ രേഖകളും ഇതിലടങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരു 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എപ്രകാരമായിരുന്നു ക്ഷേത്രവും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളുമെന്ന് വളരെ സ്പഷ്ടമാക്കുന്ന നിരവധി സംഭവങ്ങൾ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മളിന്ന് കാണുന്ന ലിപികളിലുള്ള മലയാളം ലിപിയല്ല അതിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. വട്ടെഴുത്തിലും മറ്റുമുള്ള ആ ലിപികളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ മലയാളത്തിലേക്ക് ആക്കി ചെയ്യാമെന്ന് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ അഭിപ്രായം തേടുകയും ശ്രീ MG ശശിഭൂഷൺ, അതുപോലെ തന്നെ ശങ്കരൻകുട്ടി നായർ സാറ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ VN രാജശേഖരപിള്ള സാറ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഹംപിയിലെ
ഡയറക്ടർ ശ്രീ നിഖിൽ ദാസ്, അതുപോലെ ക്ഷേത്രത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് താമസിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും തന്ന് ഇവിടെ സ്ഥിരമായിട്ട് കുറേ മാസങ്ങളായിട്ട് താമസിച്ചു വരുന്ന ഡോക്ടർ എസ് രാജേന്ദു, അദ്ദേഹമാണ് ഇന്ന് അറിയപ്പെടുന്ന എപ്പിഗ്രഫിസ്റ്റുകളിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ ഒരു സേവനം എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണക്കാരന് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരണം നൽകാൻ കഴിയുള്ളൂ. രാജേന്ദുവിനെ പോലുള്ള ഒരു പ്രഗത്ഭമതിക്ക് അത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുവാനും വിവിധ ക്ലാസ്സുകളെടുത്ത് പ്രഗത്ഭരെ അത് പരിചയപ്പെടുത്തുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മ്യൂസിയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ പ്രതിപാദിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ ഞങ്ങളുടെ അറിവിൽ പോലും പെടാത്ത പല പല കാര്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 1902 ക്ഷേത്രത്തിൽ വലിയൊരു വെടിക്കെട്ട് അപകടം ഉണ്ടായതായും അതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ പിന്നീട് വെടിക്കെട്ടുകൾ നിർത്തലാക്കിയതിനെക്കുറിച്ചും അന്ന് അപകടം പറ്റിയ ആൾക്കാരെയെല്ലാം സമീപത്തുള്ള ബ്രിട്ടീഷ് ആശുപത്രിയിൽ കൊണ്ടുപോയ കഥകൾ, അതുപോലെ ദേവസ്വം ഓഫീസ് തന്നെ ഒരു കച്ചേരിയായിരുന്നു. പണ്ടിന്ന് നമ്മൾ കാണുന്ന ഒരു കോടതി സമുച്ചയത്തിൻ്റെ ഭാഷയിലുള്ളതാണ് ഇവിടുത്തെ കോൺഫറൻസ് ഹാളും മറ്റും. അതിപ്പോഴും ഞങ്ങൾ അതിൻ്റെ തനിമയോടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ആ ജഡ്ജി കൂടും അതുപോലെ തന്നെ സാക്ഷിക്കൂടും ഒക്കെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ അതിലൂടെയായിരുന്നു നാട്ടിലെ എല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴും അതുപോലുള്ള അനുസരണക്കേടുകൾ കാണിക്കുന്ന ആൾക്കാർക്കുമൊക്കെ ശിക്ഷ വിധിച്ചിരുന്നതും മറ്റും അന്നത്തെ ക്ഷേത്രത്തിലെ കാര്യക്കാരായിരുന്നു എന്ന് പറയപ്പെടുന്നു. മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള ചമ്രവട്ടത്ത് ശാസ്താവിൻ്റെ ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള ഒട്ടേറെ സ്ഥലങ്ങളും അതുപോലെ ഭവനങ്ങളും ഒക്കെ ഏറെക്കാലം കുമാരനെല്ലൂർ ദേവസ്വത്തിൻ്റെ അധീനതയിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്നും അതിൻ്റെ ഒരു സ്മരണയെന്നോണം ആ പ്രദേശത്തുള്ളവർ ദേവിയുടെ നിത്യപൂജകളും മറ്റും ചെയ്തു വരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു താളിയോല സംരക്ഷണം വളരെ സാമ്പത്തികമായിട്ട് വളരെയധികം ചിലവ് വരുന്നതാണെങ്കിൽ കൂടിയും അതൊരു വെല്ലുവിളി എന്ന നിലയിൽ ഏറ്റെടുത്ത് ദേവസ്വം അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ്. എല്ലാവരും ക്ഷേത്രത്തിൽ വരികയും ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കിടക്കുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് എത്തുകയും വേണമെന്നും അവിനീതമായി അഭ്യർത്ഥിക്കുന്നു.